ചടുതവരുണ്ട് എലിയറ്റിന് ഒന്നുമില്ല, അവരുടെ പ്രധാന കൃതികൾ എഴുതി പോവാന്നല്ലാണ്ട്. എലിയറ്റ് ഒരു നല്ല കവിക്ക് മാത്രമേ ഒരു നല്ല നിരൂപകനാകാനും സാധിക്കൂ. ഇതാണ് ആളുടെ വാദം. ഒരു നല്ല കവിക്ക് മാത്രമേ നല്ല നിരൂപകനാവാൻ പറ്റുള്ളൂ. കാൽപ്പനികത വിരുദ്ധ മനോഭാവമാണ് അദ്ദേഹത്തിന്റെ സാഹിതീയ സമീപനത്തെ നിർണയിച്ചത്. കാൽപ്പനികത വിരുദ്ധ മനോഭാവമാണ് എലിയറ്റിന്റെ സാഹിതീയ സമീപനത്തെ നിർണയിച്ചത്. ഒക്കെ ഞാൻ പഠിച്ചിട്ടുള്ളത്, പക്ഷെ എനിക്ക് ഇടയ്ക്ക് ഓർമ്മ വരുന്നുണ്ട്. ഒക്കെ വരച്ച് നോക്കി കുറിച്ച് പഠിച്ചു വെച്ച സാധനങ്ങൾ. കൃതിയുടെ പേരൊന്നും ഇത് പറയുന്നില്ല കേട്ടോ. അയാളുടെ രീതി ഇയാൾ ഏത് എലിയറ്റിന്റെ ബുക്ക് വേസ്റ്റ് ലാൻഡ്, കൃതികൾ വേസ്റ്റ് ലാൻഡ് അതൊന്നും ചിലപ്പോ പരിഷ്കരിച്ച പതിപ്പുണ്ടാവട്ടാ. അതിലൊക്കെ വേണമെങ്കിൽ കൂടുതൽ കൂട്ടിച്ചേർത്തിട്ട് പുതിയ ആകുമ്പോ ആർക്കും. പിന്നെ രാസത്വര, അത് എലിയറ്റ് അല്ലേ പറഞ്ഞത്. കവി മനസ്സൊരു രാസത്വരകമാണ്. അതിനൊരു പേര് പറയില്ലോ, അതിനൊരു പേരുണ്ട്. അതെന്തായിരുന്നു കവി മനസ്സ്? അയ്യോ, ഒരു പേരുണ്ടായിരുന്നല്ലോ, കാറ്റലിസ്റ്റ്. എന്തൊരു വാദം ഉണ്ടായിരുന്നല്ലോ. അതെല്ലാം പറഞ്ഞു. എലിയറ്റിന്റെ കുറച്ചധികം പോയിന്റ്സ്. എലിയറ്റിന്റെ കുറച്ചുണ്ട് ഇതില്. വേസ്റ്റ് ലാൻഡ് അല്ലേ? അത് ഞാൻ ഫ്രോണ്ടിയേഴ്സ് കേട്ടിട്ടുണ്ട്. TIERS വസ്തു സംയോജകം. ഹാംലെറ്റ് ആൻഡ് പ്രബന്ധങ്ങള്. ഹാംലെറ്റ് ആൻഡ് ഹിസ് പ്രോബ്ലംസ്. അതിലാണ് ഒബ്ജക്റ്റീവ് കോറിലേറ്റീവ്. പിന്നെ കവിമനസ്സ് രാസത്വം, അത് ഹാംലെറ്റ് ആൻഡ് ഹിസ് പ്രോബ്ലംസ് എന്ന ലേഖനത്തിലാണ്. ഹാംലെറ്റ് ആൻഡ് ഹിസ് പ്രോബ്ലംസ്. ഹാംലെറ്റ് അല്ലേ മറ്റേ കളിയാട്ടത്തില്? അതല്ലേ ഹാംലെറ്റ് തന്നെയല്ലേ? ഒബ്ജക്റ്റീവ് കോറിലേറ്റീവ് കേട്ടാ എലിയറ്റിന്റെ. ഒബ്ജക്റ്റീവ് കോറിലേറ്റീവ് സംജ്ഞാനം മലയാളത്തിൽ പറയുന്നതാണ് വസ്തു സംയോജകം. അതെന്താന്ന് പറയണ്ട. അതായത് പരികൽപ്പന, അതായത് വികാരത്തെ കലാരൂപത്തിൽ പ്രകാശിപ്പിക്കുന്നതിനുള്ള ഏകമാർഗം വസ്തു സംയോജകമാണ്. വികാരത്തെ കലാരൂപത്തിൽ പ്രകാശിപ്പിക്കുന്നതിനുള്ള ഏകമാർഗം വസ്തു സംയോജകമാണ്. ഒരു പരികൽപ്പന ആവിഷ്കരിക്കാം. വികാരത്തിനൊരു ശരീരം വേണം. അതായത് നമ്മള് ഒന്ന് കാണിക്കാനായിട്ട് വേറൊരു ഇതിലേക്ക് ഇതായിട്ട് പറയില്ലേ, എന്താ പറയാ, നമ്മള് ഇപ്പൊ എന്താ പറയാ, അതിനൊരു പേര് പറയല്ലോ. നമ്മളിപ്പോ TP രാജീവന്റെ കവിതയില്ലേ മത്സ്യം, അതായത് മത്സ്യത്തിന്റെ ജീവിതമാണ് അതിൽ പറയുന്നത്. ഒബ്ജക്റ്റീവ് മത്സ്യമാണ്, പക്ഷെ അതിലൂടെ പറയുന്നത് എന്തായിരുന്നു? ഒരു മനുഷ്യന്റെ അസ്വാതന്ത്ര്യത്തിനെ കുറിച്ചിട്ടല്ലേ മത്സ്യത്തിന്റെ ജീവിതത്തിലൂടെ പറയാം. നമ്മുടെ അവസ്ഥയെ കുറിച്ച് പറയാനായിട്ട് ഒരു ഒബ്ജക്റ്റീവ്, അതാണ് വസ്തു സംയോജകം. മനസ്സിലായ വസ്തു സംയോജകം എന്താണെന്ന്? നമ്മുടെ പ്രശ്നങ്ങള് നമ്മൾ പറയുന്നില്ല, നേരിട്ട് ഒരു മത്സ്യം അല്ലെ കടൽ തിരയിലൂടെ അല്ലെ കവിതയുടെ പേരുകള് അല്ലെ, ആ മത്സ്യം പഠിച്ചിട്ടുണ്ടോ, വായിച്ചിട്ടുണ്ടോ? മത്സ്യം എന്ന് പറയുന്ന കവിത നമ്മൾ പറയില്ലേ, ഇപ്പൊ സക്കറിയയുടെ കഥകളൊക്കെ ഇല്ലേ, അതില് പാമ്പും എന്താ പറയാ കാക്കയും പൂച്ചയൊക്കെ ആയിരിക്കും. പക്ഷെ അവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് എന്താണ്? മനുഷ്യന്റെ മനുഷ്യർക്ക് ഉണ്ടാവുന്ന സംഭവങ്ങള്, അവസ്ഥകള്. പക്ഷെ മനുഷ്യരും അല്ല അതിലെ കഥാപാത്രങ്ങൾ വരിക,
മീനും പാമ്പും പ്രകൃതിയിലത്തെ ജീവജാലങ്ങളൊക്കെ അതിൽ വരും. അതാണ് വസ്തു. അതായത് നമ്മുടെ ജീവിതത്തിന്റെ പ്രശ്നങ്ങളും നടക്കുന്ന കാര്യങ്ങളൊക്കെ വേറൊരു വസ്തുവിലേക്ക് സംയോജിപ്പിക്കുക. മനസ്സിലായ? ക്ലിയർ അല്ലേ? അതാണ് ഒബ്ജക്റ്റീവ് കോറിലേറ്റ്. ഈ ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്ന ആള് എലിയറ്റ്. പിന്നെ റിച്ചാർഡ്, പേര് ഐയർ റിച്ചാർഡ്, ഐവർ ആംസ്ട്രോങ് റിച്ചാർഡ്. അയാളുടെ ഒരു ഇതാണ് ഐവർ, IVOR, ആംസ്ട്രോങ് റിച്ചാർഡ്. ആഭാസ പ്രസ്താവം, അയാളുടെ ആഭാസ പ്രസ്താവം, സ്യൂഡോ സ്റ്റേറ്റ്മെന്റ്. ആഭാസ പ്രസ്താവം, സ്യൂഡോ സ്റ്റേറ്റ്മെന്റ്. ആഭാസം പറയില്ലേ? സ്യൂഡോ സ്റ്റേറ്റ്മെന്റ്, പ്രസ്താവം. ആഭാസ പ്രസ്താവം. അതുപോലെ സംവേദന തത്വം, കലയിലെ സംവേദന തത്വം എന്നുള്ള കൺസെപ്റ്റ്. പ്രിൻസിപ്പിൾ ഓഫ് ലിറ്റററി ക്രിറ്റിസിസം, പുസ്തകം പ്രിൻസിപ്പിൾസ് ഓഫ് ലിറ്റററി ക്രിറ്റിസിസം, റിച്ചാർഡിന്റെ പുസ്തകം. പ്രിൻസിപ്പിൾസ് ഓഫ് ലിറ്റററി ക്രിറ്റിസിസം. കഴിഞ്ഞു. പിന്നെ ഇദ്ദേഹം അർത്ഥം, കാവ്യത്തിലെ അർത്ഥത്തിനെ 4 തരത്തിലായിട്ട് തരംതിരിച്ചിട്ടുണ്ട് കേട്ടാ. കവിതയിലെ ഭാഷയ്ക്ക് 4 തരം ധർമ്മങ്ങളുണ്ട്: പ്രതീതി, അനുഭൂതി, താനം, ഉദ്ദേശ്യം. കവിതയിലെ അർത്ഥത്തിന് 4 ധർമ്മങ്ങളുണ്ട്: പ്രതീതി, അനുഭൂതി, താനം, ഉദ്ദേശ്യം. സെൻസ്, ഫീലിംഗ്, ടോൺ, ഇന്റൻഷൻ. താനം, ടോൺ. പിന്നെ എന്തുട്ടാ പറഞ്ഞേ? സെൻസ്, പ്രതീതി, അനുഭൂതി, താനം, ഉദ്ദേശ്യം. 4 കേട്ടോ. കാവ്യത്തിന്റെ അർത്ഥത്തിന് 4 റിച്ചാർഡാണ്. പ്രാക്ടിക്കൽ ക്രിറ്റിസിസം, സെക്ഷൽ ടെക്സ്റ്റ്, എന്താ പറയുക, ഈ ടെക്സ്റ്റൽ അനാലിസിസ് ഇല്ലേ, അതായത് പാഠത്തിനെ തിരുമുറിച്ചിട്ട് പഠിക്കില്ലേ, വസ്തുനിഷ്ഠമായിട്ട് പഠിക്കുക പാഠം, അത് തുടങ്ങി വെച്ചത് റിച്ചാർഡാണ്. പ്രാക്ടിക്കൽ ക്രിറ്റിസിസം, അതുപോലെ ടെക്സ്റ്റൽ അനാലിസിസിന് സാഹിത്യത്തിൽ തുടക്കം കുറിച്ച ആളാണ്. പാഠാപഗ്രഥനത, ടെക്സ്റ്റൽ അനാലിസിസ് ഇമ്പോർട്ടൻ്റ് ആട്ടോ. ടെക്സ്റ്റൽ അനാലിസിസും പാഠാപഗ്രഥനം, ടെക്സ്റ്റൽ അനാലിസിസ്. ഭാഷാശാസ്ത്രമൊക്കെ വരുന്നത്. ഇനി ഇതിൽ സർറിയലിസം, ആന്ദ്രേ ബ്രിട്ടൻ എഴുതിക്കോ. ആന്ദ്രേ ബ്രിട്ടൻ, സർറിയലിസം. പിന്നെ ദാദായിസം, ആന്ദ്രേ ബ്രിട്ടൻ. അതിന് മുൻപ് ദാദായിസം, സർറിയലിസത്തിന്റെ വക്താവാണ് ആന്ദ്രേ ബ്രിട്ടൻ. റിയലിസത്തിന് എതിരായിട്ട് വന്നിട്ടുള്ള 2 പ്രസ്ഥാനങ്ങളാണ് ദാദായിസം, സർറിയലിസം. അത് ദാദായിസത്തിന്റെ ആള് ട്രിസ്റ്റൻ സാറ. ട്രിസ്റ്റൻ സാറയുടെ പുസ്തകമാണ് ദി മാനിഫെസ്റ്റോ. ദാദായിസത്തിന്റെ ആളാണ് ട്രിസ്റ്റൻ സാറ. റിയലിസത്തിന് എതിരായിട്ട് വന്നിട്ടുള്ള 2 പ്രസ്ഥാനങ്ങളാണ് ദാദായിസം, സർറിയലിസം. ദാദായിസത്തിന്റെ വക്താവാണ് ട്രിസ്റ്റൻ സാറ. പറ്റില്ലേ? അയാളുടെ പുസ്തകമാണ് ദി മാനിഫെസ്റ്റോ. അതന്നെ ദാദ, ചട്ടമ്പി, അങ്ങനെയുള്ള ഒരു അർത്ഥത്തിലുള്ള അയാളുടെ മാനിഫെസ്റ്റോ, ദി മാനിഫെസ്റ്റോ. അത്രയുള്ളൂ. സർറിയലിസം, ആന്ധ്രഭട്ടൻ. സർറിയലിസം എപ്പോഴും ചോദിക്കാറുണ്ട് കേട്ടോ. ആന്ധ്രഭട്ടൻ ചോദിക്കാറുണ്ട്. ദാദായിസം അതന്നെയാ ദി മാനിഫെസ്റ്റോ.
അതെ, ആന്ധ്ര ബ്രിട്ടന്റെ ക്രിസ്റ്റ്യൻ സാറയുടെ ബുക്ക് വക്താവ്. ദാദായിസത്തിന്റെ ആളാണ് ക്രിസ്റ്റ്യൻ സാറ. അയാളുടെ പുസ്തകമാണ് ദി മാനിഫെസ്റ്റോ. മറ്റാള് സറിയലസ് ആണ് ആന്ധ്രേ ബ്രിട്ടൻ. ഇനി ഇമേജിസം. എസ്രാ പൗണ്ട് കേട്ടാ. എസ്രാ പൗണ്ട് മലയാളം കിട്ടാറുണ്ട്. ഇമേജിസത്തിന് പ്രതിമാനവാദം. എന്ത് വാദമല്ല, ഇമേജുകൾ. ആരാണാള്? എസ്രാ പൗണ്ട്, ടി ഹ്യൂം, ഫ്ലിന്റ്. ടി ഹ്യൂം. ഫ്ലിന്റ്. റെട്രോസ്പെക്ട് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടാ. റെട്രോസ്പെക്ട് എന്ന് പറയുന്ന ലേഖനം എസ്രാ പൗണ്ടിന്റെ കേട്ടാ. റെട്രോസ്പെക്ട് എസ്രാ പൗണ്ടിന്റെയാണ് ലേഖനം. പിന്നെ അതിലാണ് ഈ സിംബലിസം ഒക്കെ വരുന്നത് കേട്ടാ. സിംബലിസം ഇതില് ഇമേജിസത്തിൽ വരുന്നതാണ്. വോൾട്ടിസിസം, സിംബലിസം. പിന്നെ ഏതാ പറഞ്ഞു? നമ്മൾ ജാപ്പനീസ് സിനിമകൾ കാണുന്നുണ്ട്. ഡ്രീംസ് ഒക്കെ കണ്ടിട്ടുണ്ടോ? കുറസോവയുടെ ഡ്രീംസ് സിനിമ ഒന്ന് കാണണം കേട്ടോ. അകിരോ കുറസോവയുടെ ഒരു സിനിമയെങ്കിലും കാണണം കേട്ടോ. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരാളാണ്. സിംബലിസം. പിന്നെ ഇമാജിസം അല്ല, സിംബലിസം വേറൊരു. പിന്നെ വോൾട്ടറിസം. അത് കണ്ടാൽ ആ സിംബലിസം ഒക്കെ എന്താന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. ഡ്രീംസ് ഒക്കെ കണ്ടാൽ കുറസോവയുടെ സിനിമകൾ കണ്ടാൽ മനസ്സിലാവും. അതിലാണ് ജാപ്പനീസ്, അവിടെയാണ് ഇത് ആവിഷ്കരിച്ച് വന്നിട്ടുള്ളത്, ഈ സിംബലിസം, ഇമാജിസം അങ്ങനത്തെ സാധനങ്ങളൊക്കെ. അപ്പം ജാപ്പനീസ് അങ്ങനത്തെ ചൈനീസ് സിനിമകളിലൊക്കെ സിംബലിസത്തിനും ഇമാജിസത്തിനൊക്കെ നമ്മൾ കൃതികൾക്ക് നമ്മൾ പിന്നെ ഭാഷ അറിയാതെ നമുക്ക് വായിക്കാൻ പറ്റില്ലല്ലോ, സിനിമ കാണാമല്ലോ. നല്ല രസമാണ് സിനിമ. അതിങ്ങനെ ഓരോരോ സംഭവങ്ങളെ, ഓരോ കഥകളെയൊക്കെ സിനിമയായിട്ട് ആവിഷ്കരിച്ചിട്ടുള്ളതാണ്. ഡ്രീംസ് കാണും. ഇപ്പോൾ കുട്ടികൾക്ക് പഠിക്കാനുണ്ടായിരുന്നു, അങ്ങനെ കണ്ടതാട്ടെ. ഞാൻ വലിയ സിനിമ നടന്നില്ല, പഠിപ്പിക്കാൻ വേണ്ടി കണ്ടപ്പോൾ കൊള്ളാലോ അത് മനസ്സിലായി. എനിക്ക് അറിയണ്ടായിരുന്നു ഇതിലിപ്പോൾ എന്താ പക്ഷെ നല്ല രസമാണ്. അതിൻ്റെ നമുക്കാണെങ്കിൽ കാണുമ്പോൾ അടിയിൽ വ്യാഖ്യാനം ഉണ്ടാവും ഇംഗ്ലീഷ്. നമുക്ക് ഇംഗ്ലീഷ് എന്തോ വലിയൊരു ഭാഷയായിട്ട് തോന്നും നമുക്ക് വായിക്കാൻ. അങ്ങനെ ജാപ്പാനീസ് നോ നാടകങ്ങൾ ബിംബത്തെ കേന്ദ്രീകരിക്കുന്നതാണ് കേട്ടോ. ജാപ്പാനീസ് നോ നാടകങ്ങൾ എവിടത്തെന്ന് ചോദിച്ചാൽ ജപ്പാനാണ് കേട്ടോ. നോ വെറുതെ നോ എന്നോ, മലയാളത്തിന് നോ. അത് ഇമാജ് സിംബൽസിന് പ്രാധാന്യം. അവർക്ക് സംഭാഷണം ഇല്ല. മ്യൂസിക്കും ഇമാജും അതിൽ സംഭാഷണേ ഇല്ല. ആ സിനിമയിൽ അധികം സംഭാഷണം ഇല്ല. ഒക്കെ ഇങ്ങനെ ഓരോ ഇമാജുകളും. ശരിക്കും ഇതില്ലേ, വിശക്കണ്ട. ശരി കഴിഞ്ഞു. പിന്നെ ശൈലി വിജ്ഞാനം റോമൻ യാക്കോബ്സൺ. പിന്നെ സുസ്യൂറിന്റെ ഘടനാവാദം അറിയാലോ. ആരായിരുന്നു ശൈലി വിജ്ഞാനം? റോമൻ യാക്കോബ്സൺ. ശൈലി വിജ്ഞാനം കേട്ടോ, റോമൻ യാക്കോബ്സൺ. ഫെർഡിനാൻഡ് ഡി സൊസോറാണ് ഘടനാവാദം. പിന്നെ റഷ്യൻ ഫോർമലിസം ഉണ്ട് കേട്ടോ. ഫോർമലിസത്തിന്റെ ആള് ബോറിസ് ഐച്ചൻ ബൗം എന്നാണ് പഠിക്കുക. ഫോർമലിസം ബൗം എന്ന് പഠിച്ചാൽ മതി. ഫോർമലിസം ചോദിക്കാറുണ്ട്. ഭൗം ഒരു പൂജയുണ്ട്. എന്തൊരു പേര് പറഞ്ഞു? വേറെ ഫോർമലിസം, റഷ്യൻ ഫോർമലിസം. അയാളുടെ പേര് ബോറിസ് ഐച്ചൻ ബൗം. പിന്നെ ഘടനാവാദം അറിയാലോ. ക്ലോദ് ലെവിസ്ട്രോസും ഫെർഡിനാൻഡ് ഡി സൊസ്യൂറും. പിന്നെ സൊസ്യൂറും യാക്കോബ്സൺ. അത് ശൈലിയല്ലേ? അല്ല, ഫെർഡിനാൻഡ് ടു സൊസ്യൂർ സ്റ്റൈലും ഉണ്ട് ഘടനാവാദം ഉണ്ട്. സൊസ്യൂർ ഘടനാവാദത്തിൽ ഇപ്പൊ രണ്ടാളുടെ പേര് പറഞ്ഞു. അതില് ക്ലോദ് ലെവിസ്ട്രാസും ഫെർഡിനാൻഡ് ഡി സൊസ്യൂറും. പിന്നെ അറിയാൻ പഠിപ്പിക്കണം, കാരണമൊക്കെ അറിയാം. അതാണ് അറിയാം. അപ്പൊ
അൽത്തൂസർ ട്ടാ. അൽത്തൂസർ ഉണ്ട്. ഏത് നവമാർക്സിസ്റ്റ് അൽത്തൂസർ ട്ടാ. ലൂയി അൽത്തൂസർ. പുതിയ നവമാർക്സിസം ഇംഗ്ലീഷിൽ നിന്ന് വന്നതില്ലല്ലോ. നവമാർക്സിസാണ് കേട്ടോ. നവമാർക്സിസ്റ്റ് സിദ്ധാന്തല്ലേ, അതിലാണ് ലൂയി അൽത്തൂസർ. പിന്നെ പോസ്റ്റ് സ്ട്രക്ചറലിസം. സ്ട്രക്ചറലിസം ദർദാട്ടാ. സ്ട്രക്ചറലിസം പോസ്റ്റ് ഇല്ല, പോസ്റ്റ് വരുന്നുണ്ട് വേറെ ആള്. സ്ട്രക്ചറലിസം ദർദ. പോസ്റ്റ് സ്ട്രക്ചറലിസം ഉത്തരഘടനാവാദം ദർദ തന്നെ. രണ്ടും ദർദ തന്നെ. സ്ട്രക്ചറലിസത്തിന്റെ മലയാളം ഘടനാവാദം. രണ്ടുണ്ട്. അതിന്റെ ഒരു സൈഡിൽ നിന്നല്ലേ മറ്റാള് പിന്നെ ദർദ തുടക്കം കുറുക്കി തുടങ്ങിയത്. എല്ലാം ഇതുപോലെ തുടങ്ങിയത് സൊസ്യൂറാണ്. ലാങ്ങും പരോളും, മറ്റത് കോമ്പിറ്റൻസും പെർഫോമൻസും. ഇയാളുടെ ദർദയുടെയാണ് കോമ്പിറ്റൻസും പെർഫോമൻസും. അതിന്റെ മലയാളം പെർഫോമൻസും. പിന്നെ ഒരു സാധനം കൂടി എഴുതിക്കോ. സെമിയോട്ടിക്സ്. തിയറി ഓഫ് സെമിയോട്ടിക്സ് ഉംബർട്ടോ എക്കോട്ടാ. തിയറി ഓഫ് സെമിയോട്ടിക് ഉംബർട്ടോ എക്കോ. പുസ്തകത്തിന്റെ പേര് നരേറ്റീവ് സെമിയോട്ടിക്സ് ഇൻ ദ എപ്പിക് ട്രഡീഷൻ. ഉംബർട്ടോ എക്കോ. സെമിയോട്ടിക്സ് വേറെന്താ പറഞ്ഞേ? സ്മൈൽ എന്ന് പറയുന്ന പുസ്തകം സ്റ്റീഫൻ നെമിസിസിന്റെ. അതെന്താ അതൊരു പുസ്തകത്തിന്റെ പേര്. സെമിയോട്ടിക്കിനെ കുറിച്ചിട്ട് പറഞ്ഞുള്ള പുസ്തകം സ്റ്റീഫൻ നെമിസിസിന്റെ. സ്റ്റീഫൻ നിമിസ് ആണ്. ഞാൻ പറയും നിമിസ് എന്ന് വിളിച്ചിട്ട് നിമിസ് ആണ്. സ്മൈൽ എന്നാണ് പുസ്തകത്തിന്റെ പേര്. അതിലാണ് ആദ്യമായിട്ട് സ്മൈൽ, അതിലാണ് സെമിയോട്ടിക്സിനെ ചിഹ്നങ്ങളെ ഇതാക്കിയിട്ടുള്ളത്. പിന്നെ പുസ്തകം ഉംബർട്ടോയുടെ തിയറി ഓഫ് സെമിയോട്ടിക്സ്. ഈ ചിഹ്നങ്ങളിലേക്കൊക്കെ ആരോപിക്കണേനെ പറയുന്ന വാക്കാണ് ആർബിട്രറി. ചിഹ്നങ്ങളിലേക്ക് ആർബിട്രറി. ഇങ്ങനെ നമ്മളിങ്ങനെ ആവാഹിക്കുന്ന രീതിയിൽ കവികൾ അതിനെ ആർബിട്രറി എന്ന് പറയാം. പിന്നെ ഇതിട്ടാ അഭിധയാണ് അഭിധ സുസ്യൂർ, അതായത് വാമൊഴി. അത് അഭിധയാണ് കേട്ടോ. വാമൊഴി അഭിധ അതാണ് ഏത് ലാങ്. സുസ്യൂർ എഴുതുക വാമൊഴി. അതിന് അഭിധ, നമ്മുടെ അഭിധ ഏത് പൗരസ്ത്യത്തിലെ അഭിധ, അതാണ് ഏത് ലാങ്. ഇതിലൊന്നുമില്ല, അത് ഞാൻ പിള്ളേർക്ക് കണ്ടുപിടിക്കണം. ഇനി പാടാൻ സ്ത്രീവാദം ഇതിന് പറഞ്ഞു. മാജിക്കൽ റീൽസ് അറിയാലോ, ആരാ? ഗബ്രിയേൽ ഗാർസിയ മാർക്കസ്. മാജിക്കൽ റീൽസ് ഗബ്രിയേൽ ഗാർസിയ മാർക്കസ് എന്ന് നമ്മൾ പഠിക്കാറ്. ഗബ്രിയേൽ ഗാർസിയ മാർക്കസ്. ഏകാന്തതയുടെ വിവർത്തനം ചെയ്തേക്കണത് മറ്റേ കടമ്പനിട്ട. സ്ത്രീവാദം. മാന്ത്രിക തദ്യവാദം സ്ത്രീവാദത്തിന് വരുന്നത്. മാജിക്കൽ റീൽസ് തദ്യവാദം. മലയാളം ചോദിച്ചാലോ കഷ്ടകാലത്തിന്. ആ സമയത്ത് രഥത്തിൽ തഥാ. സ്ത്രീവാദത്തിന് തുടക്കം കുറിച്ചത് ആരാന്നറിയോ? എലൈൻ ഷോവാട്ടർ ആണ്. എപ്പോഴും തെറ്റിപ്പോവാറുണ്ട്. അവിടെ ഇപ്പുറത്ത് വെർജിനിയ വുൾഫൊക്കെ വരുമ്പോൾ അങ്ങോട്ട് പോകണ്ട. എലൈൻ ഷോവാട്ടർ ആണ് സ്ത്രീവാദത്തിന് തുടക്കം കുറിച്ച ആള്. ഷോവാൾട്ടർ. അതാണ് പെണ്ണ. എനിക്കിപ്പോഴും അറിയില്ല അത്.
ഇത് ചോദിക്കാറുണ്ട്. എലൈൻ ഷോവാട്ടർ സ്ത്രീവാദത്തിന്റെ ആളാണ്. ഗൈനോക്രിട്ടിക് ഇതിലൊരു ക്വസ്റ്റ്യൻ ഞാൻ ഇന്നലെ നോക്കിയപ്പോ കണ്ടു. എന്താ ഒരു പരീക്ഷയ്ക്ക് ഇപ്പൊ ചോദിച്ചതാണ്. കണ്ട, സ്ത്രൈണം എഴുതിക്കോ, അതിന്റെ അർത്ഥം ഫെമിനിൻ. ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ആ, ഇത് ഇവിടെ നിന്ന് വന്ന ക്വസ്റ്റ്യൻ ആണ്. ആ, ഗൈനോക്രിട്ടിക് ട്ടാ. സ്ത്രൈണത്തിന്റെ മലയാളട്ടാ ഫെമിനിൻ എന്നാണ് ട്ടാ. ഫെമിനിൻ സ്ത്രൈണം. ഷോൾവാട്ടറിന്റെ അഭിപ്രായമാണ് കേട്ടോ ഇതൊക്കെ. സ്ത്രീവാദപരം എന്ന് പറഞ്ഞ ഫെമിനിസ്റ്റ്. ഈ ഗൈനോക്രിട്ടിക് എന്ന് പറഞ്ഞത്, ഗൈനോക്രിട്ടിക് എന്ന് പറഞ്ഞ ആളുടെ വാദം, അതായത് ഈ സ്ത്രീവാദ കാവ്യത്തിന്റെ അതിന് പറയണ പേര്, സ്ത്രീവാദത്തിന് പറയണ പേര് ഗൈനോക്രിട്ടിക്. കാവ്യശാസ്ത്രത്തിന് പറയുന്നതാണ്. ഇയാൾ നൽകിയിട്ടുള്ള പേരാണ്, ആര്, ഷോവാട്ടർ നൽകിയിട്ടുള്ള പേരാണ് ഗൈനോക്രിട്ടിക്. അതിന്റെ മലയാളത്തില് പ്രസൂതിക വിമർശനം. ഇതാണ് ഞാൻ ഇന്നലെ പറയാൻ. പ്രസൂതിക വിമർശനം ട്ടാ മലയാളത്തില്. ഫെമിനിസം തറയിലത്തെ പ്രസൂതിക വിമർശനം എന്നാട്ടാ പറയാ. ഗൈനോക്രിട്ടിക്കിനെ, ഫെമിനിസത്തിനെ പ്രസൂതിക, സ്ത്രീവാദമൊന്നല്ല, പ്രസൂതിക വിമർശനം. ഗൈനോക്രിട്ടിക് വലിയ സ്ത്രീവാദം എന്ന് പറയണതാ ശരിക്കും ഇങ്ങനെയാണ്. ഞാൻ പറഞ്ഞുതരാം. സ്ത്രീവാദപരം എന്ന് പറഞ്ഞ ഫെമിനിസ്റ്റ് എന്ന അർത്ഥം എഴുതി വെച്ചോ. സ്ത്രീ വിഷയം എന്ന് പറഞ്ഞ ഞാൻ പറഞ്ഞുതരാം. ഷോൾവാട്ടറിന്റെ അഭിപ്രായത്തില് സ്ത്രൈണം എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം ഇംഗ്ലീഷിൽ ഫെമിനിൻ. സ്ത്രീവാദപരം എന്നുള്ള മലയാള വാക്കിന്റെ ഇംഗ്ലീഷ് അർത്ഥം ഫെമിനിസ്റ്റ്. വാദപരം ഫെമിനിസ്റ്റ്. ഇനി സ്ത്രീ വിഷയകം എന്ന് പറഞ്ഞ ഫീമെയിൽ. ഫീമെയിൽ എന്ന് പറഞ്ഞ സ്ത്രീ വിഷയകം എന്ന പെണ്ണെന്നല്ല അർത്ഥം. എന്ത് പറഞ്ഞാല് സ്ത്രീ വിഷയകം എന്ന് പറഞ്ഞ അതിന്റെ ഇംഗ്ലീഷ് അർത്ഥം ഫീമെയിൽ എന്നാ. ആ, ഇത് ക്വസ്റ്റ്യൻ വന്നത് ഓർമ്മയുണ്ടാ പരീക്ഷയ്ക്ക്? ഇപ്പൊ അടുത്തൊരു പരീക്ഷയ്ക്ക് വന്നതാണ്. ഒരു അന്തം വിട്ടിരുന്നു. ഇനി പിന്നെ ഒരു പേര് വരുന്നുണ്ട്. എന്താ വെച്ചാ 1840-നും 1880-നും ഇടയ്ക്കുള്ള കാലയളവിനാണ് സ്ത്രൈണം എന്ന പേര് നൽകുന്നത്. സ്ത്രൈണം 40-നും 80-നും ഇടയ്ക്കുള്ള കാലയളവിനാണ് സ്ത്രൈണം. അതന്നെ മാറി മാറി വരുന്നുണ്ട്. ഓരോ കാലഘട്ടം വരുമ്പോ മാറുന്നുണ്ട് ട്ടാ. ഞാനിതൊക്കെ വായിച്ചു. സ്ത്രൈണം എന്നുള്ള പേര് ഷോവാട്ടർ കൊടുത്തിട്ടുള്ളത്. സ്ത്രൈണ കല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫെമിനിൻ ആർട്ട്. ഈ ഭാഗം വായിക്കണം, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഫെമിനിൻ ആർട്ട് സ്ത്രൈണ കല. നെല്ലിക്കൽ മുരളീധരൻ, പേജ് നമ്പർ 282. എഡിഷൻ വ്യത്യാസം ഉണ്ടാവും, നോക്കുക. ലാസ്റ്റ് പറയണത് അതിൽ ഇത് സ്ത്രീവാദ കാവ്യശാസ്ത്രം. എലൈൻ ഷോവാട്ടർ ആണ് കേട്ടോ തുടങ്ങിയിട്ടുള്ളത്. പക്ഷെ ഇതൊക്കെ പുസ്തകം ഉണ്ടായിട്ട് നമ്മൾ ഇങ്ങനെ നോക്കില്ല. ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ എഴുതുന്ന കണ്ടാൽ കഴിഞ്ഞ പ്രാവശ്യം വന്ന് വല്ലതും കിട്ടിയ ആ കൺഫ്യൂഷൻ. ഏത് പരീക്ഷയ്ക്ക് ഇരുന്നത്? ഇനി ആധുനിക ഫെമിനിസം മറ്റാൾ തുടങ്ങി, ആര്, എലൈൻ ഷോവാട്ടർ. ഇനി ആധുനിക ഫെമിനിസത്തിന്റെ ഉദ്ഘാടനം ബ്രെറ്റി ഫ്രൈദാൻ. രണ്ടാളും വരുമ്പോൾ കൺഫ്യൂഷൻ വരും. വിമർശനം തുടങ്ങിയത് എലൈൻ ഷോവാട്ടറും, ആധുനിക വിമർശനം ബ്രെറ്റി ഫ്രൈദാൻ. ഫെമിനിൻ മിസ്റ്റേക്ക് പുസ്തകം. ഫ്രൈദാൻ ഫെമിനൈൻ മിസ്റ്റിക് 1963 വന്ന കൃതിയാണ്. അപ്പൊ പുതിയ ആളാണ്. 1963 ഫെമിനിൻ മിസ്റ്റിക് കൃതി. പിന്നെ 2-3 ഇതിന്റെ കൃതിയല്ലേ ബ്രെറ്റി ഫ്രൈദാന്റെ ഫെമിനിൻ മിസ്റ്റേക്ക്. അങ്ങനെ പഠിച്ചു വെച്ചിട്ടേ അങ്ങനെ തന്നെ വരണല്ലോ. ഇങ്ങനത്തെ പുസ്തകമൊന്നും ഇല്ലല്ലോ അന്ന് പഠിക്കുമ്പോൾ. വല്ലവരൊക്കെ എഴുതി തരണേലൊക്കെ നോക്കി എന്തൊക്കെയോ പഠിച്ചു വെക്കില്ലേ. ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. വെർജീനിയ വൂൾഫ് വേറൊരാളാണ് കേട്ടോ. അതില് പുതിയ ആളാട്ടാ. വൂൾഫ് പുതിയ ആളാണ് കേട്ടോ. ആധുനിക വിമർശനം. വെർജീനിയ വൂൾഫാണ്. ഓരോ എഴുത്തുകാരി സൗണ്ട് റൂം, എഴുത്തുകാരിക്ക് ഒരു റൂം, സൗണ്ട് റൂം എന്ന് പറയുന്നത്. അതിന്റെ പേരെന്തെന്നാ?
അങ്ങനെ ഒരു മുറിയില് ഓരോ എഴുത്തുകാരിക്ക് ഒരു റൂം വേണമെന്ന്. എഴുത്തുകാരിയുടെ മുറി, എഴുത്തുകാരന്റെ മുറി, എഴുത്തുകാരിയുടെ മുറി. അത് വെച്ചിട്ട് സാറാ ജോസഫ് ഒരു ലേഖനം എഴുതിയിട്ടുണ്ട് കേട്ടാ, ഓരോ എഴുത്തുകാരിയുടെ ഉള്ളിലും. പിന്നെ സിമോൺ ദി ബോവെ, ദി സെക്കൻഡ് സെക്സ്. ഈ പുസ്തകങ്ങള് മസ്റ്റായിട്ടും പഠിച്ചിട്ട് പോയാൽ മതി കേട്ടാ. ഈ ഭാഗത്തുനിന്ന് എന്തായാലും ക്വസ്റ്റ്യൻ വരും. ഒരു സിമോൺ ദി ബൂവെ, സെമൺ ദി ബൂവെ, സെമണാണ് കേട്ടാ. ഈ ഓരോ എഴുത്തുകാരിയുടെ ഉള്ളിൽ എന്താ ലേഖനാണ്? ആ ലേഖനം സാറയുടെ. ഇതിനെ ബേസ് ചെയ്തിട്ട് എഴുതാല്ലേ? ഏത്? വെർജീനിയ വുൾഫിന്റെ അവരുടെ ഒരു കൃതിയുണ്ട്. ഏതാ? അതിന് ഓരോ ലാസ്റ്റ് പോയിന്റ് നോക്കട്ടെ, ഇപ്പൊ നോക്കാം. കൃതി പറഞ്ഞ സെമോൺ ദി ബൂവയുടെ കേട്ടോ സെക്കൻഡ് സെക്സ്. മാറിപ്പോ വരുത് കേട്ടോ. ഒരു 4-5 പേരെ പഠിക്കാനുള്ളൂ. അത് പഠിച്ചു വെച്ചോട്ടെ. അത് ഇനി വരുള്ളൂ, വേറെ ഒന്നും വരില്ല. കാരണം അതിന് വലിയ പഠനങ്ങളും ഇതുകളൊന്നും പിന്നെ നടക്കണില്ല. പിന്നെ വേറെ വേറെ തെളിതും പിന്നെ ലിംഗപഠനം അങ്ങനത്തെ ആണ് സാറ വെർജീനിയ വുൾഫിന്റെ ഏതാണ്? എ റൂം ഓഫ് വൺസ് ഓൺ. OWN. എ റൂം ഓഫ് വൺസ് ONES ഓൺ. OWN ഓൺ. വൺസ് ഓൺ. അതിൽ പറയുന്നത് സെമോൺ ദി ബൂവെ പറയുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഒരാളും സ്ത്രീയായി ജനിക്കുന്നില്ല, സ്ത്രീയായി മാറുകയാണ്. ഒരാളും സ്ത്രീയായി ജനിക്കുന്നില്ല, സ്ത്രീയായി മാറുകയാണ്. ഈ കൃതിയിലെ സെക്സ് സ്വാഭാവികതയും ജെൻഡർ സംസ്കാര നിർമ്മിതിയുമാണ്. സെക്സ് സ്വാഭാവികതയും ഒരാൾ സ്ത്രീയായി ജനിക്കുന്നില്ല, സ്ത്രീയായി മാറുകയാണ്. സെക്സ് സ്വാഭാവികതയും ജെൻഡർ സംസ്കാര നിർമ്മിതിയാണ്. സെക്സ് ജെൻഡർ സംസ്കാര നിർമ്മിതിയാണ്. ഇപ്പൊ പിള്ളേർക്ക് പഠിപ്പിക്കുന്ന തിയറി അത് ഇപ്പോഴത്തെ FIUGP ജെൻഡർ സംസ്കാരമാണ്. സംസ്കാര നിർമ്മിതി ജെൻഡർ നിർമ്മിച്ചെടുക്കുന്നതാണ്. നമ്മൾ ജനിക്കുമ്പോൾ ആണും പെണ്ണാണ് ജനിക്കണ ജന്മന. പിന്നെ നമ്മൾ വളരുമ്പോഴാണ് പെണ്ണായിട്ടും, അതായത് നമ്മൾ ചുറ്റുപാടാണ് നമ്മൾ പെണ്ണാക്കിയിട്ട് ആണാക്കിയിട്ട് മാറ്റണത്. നമ്മൾ ഡ്രസ്സ് ഇട്ട് കൊടുക്കുന്നു, പെൺകുട്ടിയാണെങ്കിൽ പാവ കളിക്കാൻ കൊടുക്കുന്നു, ആൺകുട്ടിയാണെങ്കിൽ കാറ് കൊടുക്കുന്നു. അത് നമ്മളാണ് ആക്കണത്. മനസ്സിലായ? പെൺകുട്ടിക്കാണെങ്കിൽ നമ്മൾ ഡ്രസ്സ് പെണ്ണിന്റെ കൊടുത്തു, പാവേനെ കൊടുത്തു. ആൺകുട്ടിക്കാണെങ്കിൽ നമ്മൾ കാറ് വാങ്ങിച്ചു കൊടുത്തു, സൈക്കിൾ മേടിച്ചു കൊടുത്തു. അതൊക്കെ നമ്മൾ ഉണ്ടാക്കണതാണ് അർത്ഥം. മനസ്സിലായ? ഇപ്പോഴത്തെ പിള്ളേർക്ക് എന്നിട്ട് വേറൊരു പയ്യനാട്ടെ ക്ലാസ് എടുത്തിരുന്നത്. അപ്പൊ സെക്സിസ് അത് പഠിച്ചെടുത്തു. സെക്സിസ് ബയോളജിക്കലി, ജെൻഡർ ഇസ് നാച്ചുറലി. എന്നിട്ട് പിള്ളേരെ എഴുതി വെച്ചേക്ക പരീക്ഷയ്ക്ക്. സെക്സിസ് ബയോളജിക്കലി, ജെൻഡർ നാച്ചുറലി. സ്വാഭാവികമായിട്ടും സംഭവിക്കുന്നതെന്ന് പറഞ്ഞപ്പോഴേ അത്രേ ഉള്ളൂ കേട്ടോ. 2-3 പുസ്തകം ഷോവാൾട്ടർ എഴുതിയിട്ടുള്ളതാട്ടാ. ഇത് എഴുതിയില്ലേ, സ്ത്രീയായിട്ട് ജനിക്കുന്നതെല്ലാം മാറുകയാണെന്ന്. ദി അനാട്ടമി, ദ റിട്ടറിക്. അല്ല, ഷോവാൾട്ടറിന്റെ അല്ല, ഇതിന്റെ നിർവചനാണ് കേട്ടോ. ഷോവാൾട്ടർ ദ അനാട്ടമി ശാരീരികം. ദ റെട്ടറിക് അല്ല, ഷോവാൾട്ടർ എഴുതുന്നത്. അതായത് സ്ത്രീയുടെ അതെ അതെ. ദി അനാട്ടമി, ദ റെട്ടറിക്, RHETORIC റെട്ടറിക്. ദി പോയറ്റിക്സ്, ദ ഹിസ്റ്ററി, AWAIT അവർ റൈറ്റിംഗ്. അതായത് ഇങ്ങനെ നിർമ്മിച്ചെടുക്കില്ലേ ഭൂതകാല ചരിത്രത്തെ, സ്ത്രീയുടെ ഭൂതകാല ചരിത്രത്തെ അതായത് ദി റെട്ടറിക് എഴുതിയില്ലേ. ദ അനാട്ടമി, ദ റെട്ടറിക്, ദി പോയറ്റിക്സ്, ദ ഹിസ്റ്ററി, await our writing എന്നാണ് ഷോവാൾട്ടർ. await our writing അതായത് ഭൂതകാലത്തിന്റെ സാഹിത്യ സ്ത്രീകളുടെ ചരിത്രത്തെ അപനിർമ്മിക്കില്ലേ, അതിനെ. കഴിഞ്ഞു കേട്ടോ, അത് അവസാനിപ്പിച്ചത്. അപ്പൊ എല്ലാ പോയിന്റ്സും